അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ തജ്വീദ് നിയമങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ വിവിധ അടയാളങ്ങളെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അടയാളമാണ്. ഇത് രണ്ട് രീതിയിൽ വരാറുണ്ട്. ഖുർആനിൽ ആകെ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഒന്ന് അക്ഷരത്തിന്റെ താഴെ, അത് സൂറത്ത് ഹൂദ് 41-ാമത്തെ വചനത്തിലാണ്. അവിടെ ഇമാലത്ത് എന്ന നിയമമാണ്, അഥവാ ചരിച്ച് ഫത്ഹിന്റെയും കസ്റിന്റെയും ഇടയിൽ ഒരു രേ എന്ന ശബ്ദത്തോടുകൂടി ഏകാരത്തോടുകൂടി ഓതുക എന്നുള്ളതാണ്. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. അപ്പോൾ അവിടെ മജിരേഹ എന്നാണ് ഓതേണ്ടത്, മജിറാഹ എന്നല്ല. പലരും തെറ്റായിട്ട് മജിറാഹ എന്ന് ഓതാറുണ്ട്. അങ്ങനെയല്ല, മജിരേഹ എന്ന് ഇമാരത്തോടു കൂടി ചരിച്ച് ഓതേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആകെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ്, പ്രത്യേകിച്ച് ഹഫ്സ നാസിമിന്റെ ഖിറാഅത്തിൽ, അതാണല്ലോ നമ്മുടെ ഖിറാഅത്ത്, അതിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇമാലത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, സൂറത്ത് ഹൂദിലെ 41-ാമത്തെ വചനത്തിലെ ഈ മജറാഹ എന്നുള്ള വാക്കിനെ ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് മജിരേഹ എന്നാണ്. അതിന്റെ അസ്ല് മജറാഹ എന്നാണ്, പക്ഷെ മജിരേഹ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ ഇതേ അടയാളം തന്നെ മുകളിൽ വരികയാണെങ്കിൽ സൂറത്ത് യൂസുഫ് 11-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. അവിടെ ഇഷ്മാം എന്ന നിയമമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊമ്മ് ഉച്ചരിക്കുന്ന പോലെ ചുണ്ട് കൂട്ടുകയും രണ്ട് ചുണ്ടുകളും കൂട്ടുകയും, എന്നാൽ ശബ്ദത്തിൽ ലൊമ്മിനെ ഒഴിവാക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് ഇഷ്മാം എന്ന് പറഞ്ഞാൽ. قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون. അവിടെ തഅ്മന്ന എന്ന് തഅ്മനുന എന്നാണ് ആ കലിമത്തിന്റെ അസ്ല്, അടിസ്ഥാനം തഅ്മനുന എന്നാണ്. അപ്പോൾ തഅ്മനുന എന്നുള്ളതിനെ ശ്രദ്ധ ചെയ്തുകൊണ്ട് തഅ്മന്ന എന്ന് ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ലമ്മിനെ എന്ത് ചെയ്യാണ്, ചുണ്ട് കൂട്ടിയിട്ട് ഇഷ്മാം ചെയ്ത് കാണിക്കുക എന്നാണ്. പക്ഷെ ശബ്ദത്തിൽ തഅ്മന്ന എന്ന് കേൾക്കുള്ളൂ. തഅ്മനുന എന്ന് ഓതുന്നത് പോലെ കാണുന്ന ആൾക്ക് തോന്നും, പക്ഷെ കേൾക്കുന്നവർക്ക് തഅ്മന്ന എന്ന് കേൾക്കുകയുള്ളൂ. അതിനാണ് ഇഷ്മാം എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുക. ഒന്ന് ഇമാലത്താണ്, അവിടെ ചരിച്ചാണ് ഓതേണ്ടത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ യാത്രയെക്കുറിച്ച് പറയുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്നത്, നിങ്ങൾ അതിൽ പ്രവേശിക്കുക, അള്ളാഹുവിന്റെ നാമത്തിലാണ് അത് സഞ്ചരിക്കുന്നതും നിൽക്കുന്നതും എന്ന് പറയുന്ന ആ ഒരു രംഗം. അവിടെ ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചത് കാണാം. ആ ഒരു ശക്തമായ വെള്ളപ്പൊക്കവും പർവ്വത സമാനമായ ആ തിരമാലകൾക്കിടയിൽ അതിങ്ങനെ നീങ്ങുന്ന അതിന്റെ സഞ്ചാരത്തിലേക്കൊക്കെയുള്ള സൂചനയുണ്ട്. അതിൽ ആ ചാഞ്ഞും ചരിഞ്ഞുള്ള അതിന്റെ സഞ്ചാരത്തിലേക്കുള്ള സൂചനയുണ്ടെന്നൊക്കെ ചില പലാകയായ ചർച്ചകൾ കാണാൻ സാധിക്കും. അള്ളാഹു അലം. മജിരേഹ എന്ന് പറയുമ്പോൾ, നേരെ മുർസാഹ എന്ന് പറയുമ്പോൾ അത് നിൽക്കുന്നതിനെ കുറിച്ചാണ്. മജിരേഹ എന്നുള്ളത് അതിന്റെ ആ ഒരു മഹാകപ്പലിന്റെ സഞ്ചാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഏതായിരുന്നാലും പാരായണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മജിരേഹ എന്നാണ് ഓതേണ്ടത്. സൂറത്ത് യൂസുഫിൽ ആ അടയാളം മുകളിൽ കാണുമ്പോൾ അവിടെ എന്താണ്, ഇഷ്മാം എന്ന നിയമമാണ്. തഅ്മന്ന എന്ന് ചുണ്ടൊന്ന് കൂട്ടിയിട്ട് ഇഷ്മാം ചെയ്ത് ഓതുക. കേൾക്കുമ്പോൾ ലമ്മ വെളിവാവുകയുമില്ല. ഇതാണ് ആ അടയാളവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.